guys, welcome back to my channel. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വിഷു സ്പെഷ്യൽ ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാം. ഞാനൊരു പീസ് വെച്ചിട്ടുണ്ട്, ഇത്ര മതി. അപ്പോൾ നമുക്ക് തൊലി ചെത്തിക്കളയണം. അതേമാതിരി നടുവത്തെ ഭാഗം പശ വരുന്നതാണ്, അപ്പോൾ ഇതും ചെത്തിക്കളയണം. ഒരുപാട് പീന്താണെങ്കിൽ ഇത് കളയേണ്ട ആവശ്യം വരില്ല കേട്ടോ, അങ്ങനെ തന്നെ കുക്ക് ചെയ്യാം. കുറച്ചുകൂടെ വലുതായതുകൊണ്ട് നമുക്ക് നടുവ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ മുള്ളു പോലെയുള്ള ഭാഗം. ഓക്കെ, അപ്പം ഞാൻ തൊലിയൊക്കെ ചെത്തി നടുവത്തെ ഭാഗവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിക്കാം. കുക്കറില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ, ഇല്ലെങ്കിൽ കളറ് മാറും. ചക്ക നമ്മുടെ കായ മാതിരി തന്നെയാണ്. ഞാൻ ഇവിടെ കുക്കറിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് അടിയിൽ വേവാൻ വേണ്ടിയിട്ട്. അപ്പം അതിലേക്ക് ഇതായി പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേമാതിരി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഒരു 2 വിസിലിന് ഞാൻ വേവിച്ചെടുക്കാൻ പോകണം. ഞാൻ പറഞ്ഞ പോലെ കുക്കറില്ലെങ്കിലും നമുക്ക് സാധാരണ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. 2 വിസിൽ വരട്ടെ. 2 വിസിൽ വന്ന ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്താ സംഭവിച്ചു വെച്ചാൽ ഞാൻ കുക്കറിൽ ഒരു 2-3 വിസിലിന് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതാ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ കണ്ടോ, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കണ്ടോ, അതായത് ഇപ്പോഴും ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ചൂടാറിയ ശേഷമേ നമുക്ക് ഉടച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇതേപോലെ ഇടികല്ല് വെച്ചിട്ട് നമുക്കിങ്ങനെ ചതച്ചെടുക്കാം. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ചതച്ചെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് നമുക്ക് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് പൾസിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഫുഡ് പ്രോസസ്സറുണ്ട്. അപ്പോൾ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫുഡ് പ്രോസസ്സറിലേക്ക് ഞാൻ ആദ്യം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സിയിൽ ചതച്ചെടുക്കുകയാണെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. ഞാനതിലേക്ക് ഒരു 5-6 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതുമാതിരി നമ്മൾ വേവിച്ച് വെച്ച ചക്കയുടെ പീസസ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. ഒന്ന് അത് എന്താ പറയുക, എല്ലാം ഒന്ന് മിക്സായിട്ട് വരണം, ഒന്ന് ചതഞ്ഞ് വരണം. അതായത് നമുക്ക് തോരനല്ലേ, അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ തോരൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ വരണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവർ തോരനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് അടച്ചിട്ടൊന്ന് 2-3 പ്രാവശ്യം പൾസിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമായി വന്നാൽ നമുക്ക് വറ്റൽമുളക്, അതേമാതിരി കറിവേപ്പില
ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വറ്റൽമുളക്, 1-2 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൊരിയട്ടെ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പൾസിലിട്ടിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, എല്ലാം ഒന്നും അരിഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ടൊന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതേമാതിരി ആ ചൂടിൽ നമുക്ക് തേങ്ങയും പച്ചമുളകും ഒക്കെ വെന്തും വന്നോളും. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഡ്രൈ ആവുന്ന വരെയും. കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട, ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇളക്കി കൊടുക്കാം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യണം. ഉപ്പ് ഞാൻ ഓൾറെഡി നമ്മൾ വേവിക്കുന്നതിലിട്ടു. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ടേസ്റ്റ് പോരെങ്കിൽ വീണ്ടും ഇടാം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്തിട്ട് കാണിച്ചിടാം. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.